ജൂലൈ 21, 2026 രാത്രി 11 മണിയോടെ നരേന്ദ്രമോദി രാജിവെക്കും. പകരം രാജ്യത്ത് പുതിയൊരു സർക്കാർ, ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരും. അതിലേക്ക് വഴിതെളിക്കുമാറ് രാജ്യതലസ്ഥാനമാകെ കത്തിപ്പടരും. ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അത് ആസൂത്രിതമായി തീരുമാനിച്ചതാണ്. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞില്ല. പക്ഷേ വളരെ കൃത്യമായി ചില അറിയിപ്പുകൾ വന്നിരുന്നു. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അമേരിക്കയിലെ പൗരന്മാർ ശ്രദ്ധിക്കണം എന്ന് കാണിച്ച് ജൂലൈ 17 അമേരിക്ക അവരുടെ പൗരന്മാർ, ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഒരു അറിയിപ്പ് കൊടുത്തു. ജൂലൈ 20 ജന്തർ മന്തർ, പാർലമെൻറ്റിൻ്റെ പരിസരങ്ങൾ തുടങ്ങിയ ഭാഗത്ത് വലിയ തോതിലുള്ള പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രകടനങ്ങളുണ്ടാകും. മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഭാഗങ്ങൾ സുരക്ഷിതമായിരിക്കില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകരുത്. അതുമാത്രമല്ല, ജൂലൈ 21 കർഷകർ 250ഓളം കർഷക സംഘടനകൾ ബൈക്കുകളിലായി ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തും. അതുകൊണ്ട് കിസാൻ ഘട്ട് ഭാഗത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അമേരിക്കൻ പൗരന്മാർക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഒരറിയിപ്പ് അമേരിക്കൻ എംബസി പുറപ്പെടുവിച്ചിരുന്നു. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞില്ല എന്നത് വേറെ കാര്യം. പക്ഷേ ഈ സമയത്ത് ജൂലൈ 17 ദില്ലിയിൽ ഇങ്ങനൊരു സമരം നടക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവിടെ പോലീസ് ഒരു ബാരിക്കേഡ് പോലും വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ജൂലൈ 17 20 നടക്കാൻ പോകുന്ന സമരത്തെക്കുറിച്ച് അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്ക അറിയിപ്പ് കൊടുക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. കൃത്യമായും ഈ സമരം നടക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു, CIA അറിയാമായിരുന്നു. അല്ലെങ്കിൽ CIA അമേരിക്ക പ്ലാൻ ചെയ്ത സമരമാണ്. അല്ലാതെ എങ്ങനെയാണ്? പ്ലാൻ ചെയ്തവർക്കല്ലേ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര സംഘടനകൾ ഇന്ന രീതിയിൽ വരും എന്നൊക്കെ കൃത്യമായി പറയാൻ പറ്റൂ. കാരണം അഭിജിത് ദീപ്കെ എവിടുന്ന് വന്നതാണ്? അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ബോസ്റ്റണിൽ പഠിക്കുകയായിരുന്നാണ് പറയുന്നത്. പഠനമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ അവിടെ തുടരുകയായിരുന്നു. എവിടെ നിന്ന് വന്നു? അയാൾക്ക് എന്തായിരുന്നു അമേരിക്കയിൽ പരിപാടി? പഠനത്തിന് ശേഷം അമേരിക്കയിൽ തുടർന്ന് എന്തിനാണ്? വളരെ പെട്ടെന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അലസന്മാരായ യുവാക്കൾ പാറ്റകളെ പോലെയാണ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു സർക്കാസം പോലെ ആരംഭിച്ച ഒരു മൂവ്മെൻറ്റ് ഒരു സമര സംഘടനയെ പോലെ മാറുന്നു. അത് 20 ദിവസം സമരത്തിലിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അവസാനം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ചില മതവുമായി ബന്ധപ്പെട്ട, ചില എന്ന് പറയാൻ മുസ്ലിം മതവും ഉണ്ട്, സിഖുകാരും ഉണ്ട്, സിഖുകാരല്ല ചിലരും, ഖലിസ്ഥാൻവാദികളും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കോൺഗ്രസിന് വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഫ്യൂവൽ ചെയ്ത ഒരു സമരമാണ് നടന്നത്. കാരണം ഇതിനകത്ത് നോക്കണം, സമാധാനപരമായി കുട്ടികൾ സമരം ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ അതിനെ നേരിടേണ്ടതെന്ന് നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ വരെ ചോദിച്ചല്ലോ. സമാധാനപരമായാണോ സമരം നടന്നത്? അതിൻ്റെ ദൃശ്യങ്ങൾ കാണണം. RAFലെ ഉദ്യോഗസ്ഥരെ ഓടിച്ചിട്ട് ആക്രമിക്കുന്നു. സമരക്കാരുടെ പക്കൽ വാളുകൾ ഉണ്ടായിരുന്നു. ചിത്രങ്ങൾ കാണിക്കാം, വീഡിയോ കാണിക്കാം. വാളുമായിട്ട് സമരത്തിന് വരുന്നു. എവിടെ? പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലല്ല, വീടിന് മുന്നിൽ. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നിന്ന് നേരെ വന്ന് വീട്ടിലുണ്ട്. വീടിൻ്റെ പരിസരം അതീവ സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് രാഹുൽ ഗാന്ധിയും സംഘവും മാർച്ചായിട്ട് വരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ വരാൻ പറയുന്നു. വാളുകളും മാരകായുധങ്ങളുമായിട്ട് ഗുണ്ടകൾ വരുന്നു. അവരുടെ ലക്ഷ്യം നേരെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക, പോലീസിൻ്റെ വെടിവെപ്പുണ്ടാക്കുക, SPG വെടിവെക്കുക, കുറച്ച് പേർ മരിക്കുക. കാരണം ആ സമയത്ത് ഒരുപാട് മെസ്സേജുകൾ പരന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്, നമുക്ക് ഒരു മരണമുണ്ടായാൽ, 1-2 പേർ മരിച്ചാൽ നമുക്ക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാം, സർക്കാരിനെ രാജിവെപ്പിക്കാം. ഇന്ന് മോദിയുടെ അവസാന ദിവസമാണ്. മോദി സർക്കാർ ഇന്ന് വീഴും. മോദി സർക്കാർ ഇന്ന് വീണാൽ, രാജ്യം മുഴുവൻ കത്തിയാൽ, ബംഗ്ലാദേശിലെ പോലെ, നേപ്പാളിലെ പോലെ, ശ്രീലങ്കയിലെ പോലെ ഒരു ബദൽ സർക്കാരിനെ പ്രഖ്യാപിക്കാം. രാഹുൽ ഗാന്ധി വന്നത് പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുത്താണ്. പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷത്തിലേക്ക് NDA നീങ്ങുമെന്നുറപ്പായ സമയത്ത് ഇനി ഈ സർക്കാരിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല, അതിനെ വീഴിക്കണം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് നടന്നത്. നമ്മൾ പരിശോധിക്കണം, 150ഓളം പോലീസുകാർക്ക് പരിക്കുണ്ട്. ഏതെങ്കിലും മാധ്യമത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു പോലീസുകാരൻ്റെ ചിത്രം കാണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പത്രത്തിൽ
തകർക്കപ്പെട്ട പോലീസ് വാഹനങ്ങളുടെ ചിത്രം കാണിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വിഷ്വൽസും കാണിക്കുന്നില്ല. ഇല്ലാഞ്ഞിട്ടല്ല, കാണിക്കാത്തതാണ് ഉറപ്പായിട്ടും. അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ആൾ അവസാന നിമിഷം മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ പരസ്യമായി ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സർക്കാർ വീഴണമെന്നാണ്. തനിക്ക് പ്രധാനമന്ത്രിയാകാം. തന്നെ ഈ ചെറുപ്പക്കാർ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കയറി പ്രധാനമന്ത്രിയെ ആക്രമിച്ച് എന്തെങ്കിലും ചെയ്ത് നമ്മൾ ശ്രീലങ്ക കണ്ടതാണ്, ബംഗ്ലാദേശിൽ കണ്ടതാണ്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കയറി മോദിയെ നിഷ്കാസനം ചെയ്ത് താനാണ് പ്രധാനമന്ത്രി എന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് രാഹുൽ ഗാന്ധി കരുതിയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ ഡിസ്കോർഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജിങ് സംവിധാനമുണ്ട്. US സോഷ്യൽ മീഡിയ ടൂളാണ്. അതിലൂടെ ആണ് ബംഗ്ലാദേശ് കലാപം നടന്നതെന്ന് പറയുന്നു. ഇവിടെ ഒരുപാട് മെസ്സേജുകൾ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ബ്രിയാർ, ബിറ്റ് ചാറ്റ് തുടങ്ങിയ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പുകൾ വഴി നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും, സമരക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ള മെസ്സേജുകൾ പോയി. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മോദിയുടെ അവസാന ദിവസമാണ്, നമുക്ക് പുതിയ ഭരണം കിട്ടും എന്നുള്ള മെസ്സേജുകൾ വന്നു. ഇനി മാത്രമല്ല, ഈ സമരത്തിന് വന്ന സോനം വാങ്ചുക് സോനം വാങ്ചുക് ലഡാക്കിലെ നേതാവ് അല്ലേ? ലഡാക്കിലെ നേതാവ്. അയാളുടെ അച്ഛൻ ആരായിരുന്നു? ജമ്മു കാശ്മീരിലെ കോൺഗ്രസിൻ്റെ മന്ത്രി സോനം വാങ്ങിയാൽ. കോൺഗ്രസ്സുകാരനാണ്, ചൈന പക്ഷപാതിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ചൈനയുടെ ഫണ്ട് കിട്ടുന്ന ആളാണ്. ലഡാക്കിൽ ഇന്ത്യ ഗവൺമെൻറ് സൈനിക വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി ഇയാളുടെ ഒരു NGOയ്ക്ക് പണം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ വിദേശ നാണ്യ നിയമം ലംഘിച്ചു എന്ന് കണ്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ FCRA ലൈസൻസ് റദ്ദാക്കി. അതേ തുടർന്നാണ് അയാൾ ലഡാക്കിൽ പിള്ളേരെ ഇറക്കി സമരം ചെയ്യിച്ചത്, രക്തസാക്ഷികളെ ഉണ്ടാക്കിയത്. സോനം വാങ്ചുക്ക് എവിടെ വന്നാലും അവിടെ വെടിവെപ്പ് ഉറപ്പാണ്. അതിനുവേണ്ടി വന്നതാണ് ചൈന പക്ഷപാതിയായ രാഹുലിനെ പോലെ കോൺഗ്രസ്സുകാരനായ സോനം വാങ്ചുക്ക്. നോക്കൂ, പതിവ് പോലെ തമിഴിലെ ആ സിനിമാ നടൻ, പേര് പോലും പറയുന്നില്ല ഞാൻ. പിന്നെ ആരൊക്കെയാണ്? ഷബാന ആസ്മി, സൊനാക്ഷി സിൻഹ തുടങ്ങി പതിവ് ഇൻഫ്ലുവൻസർമാർ അവരിറങ്ങിയിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആഹ്വാനങ്ങൾ വരുന്നു, ഇൻഫ്ലുവൻസർമാർക്ക് മെസ്സേജുകൾ പോകുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി റീലുകൾ ചെയ്യൂ. ഈ റീലുകൾക്ക് 65,000 രൂപ വരെ ഞങ്ങൾ തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന മെസ്സേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിന് വേണ്ടി ഏതാണ്ട് 65 കോടി രൂപ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചു. മൾട്ടിനാഷണൽ കമ്പനികൾ, വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങൾ മാത്രം പോകുന്നു. അവരുടെ വയലൻസ് വരുന്ന ഒരു ചിത്രവും പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. വമ്പൻ കമ്പനികൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രൊപ്പഗാൻഡ. എവിടുന്നാണ് പണം വന്നത്? നോക്കൂ, അവിടെ ലോഡ് കണക്കിനാണ് ഭക്ഷണം കൊണ്ടിറക്കുന്നത്. എവിടുന്നാണ് പണം? ഒന്നുമില്ലാത്ത ചെറുപ്പക്കാർ, ഒരു സംഘടനാ രൂപമില്ല, മെമ്പർഷിപ്പില്ല, ഒന്നുമില്ലാതെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നവർക്ക് ട്രക്കുകളിൽ കുടിവെള്ളവും ഒന്നാന്തരം ഭക്ഷണവും അവിടെ ഇറക്കി കൊടുക്കുന്നു. എവിടെ നിന്നാണ്? അതുമാത്രമല്ല, ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളാണോ? ഏതാണ്ട് 100ഓളം പേർ ഇപ്പോൾ അറസ്റ്റിലാണ്. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും 10ാം ക്ലാസ് പാസ്സായിട്ടില്ലാത്തവരാണ്. ഇനി മാത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന വേറൊരു ദൃശ്യമുണ്ട്. മുസ്ലിം പുരോഹിതൻ എന്ത് തോന്നിക്കുന്ന തലപ്പാവ് വെച്ച, താടി വളർത്തിയ, ലോഹ പോലത്തെ വസ്ത്രമിട്ട ഒരാൾ വന്നിട്ട് ഒരു കാർ കത്തിക്കാൻ പോലീസും മറ്റും നോക്കി നിൽക്കുമ്പോൾ ലൈറ്റർ കത്തിച്ച് വാഹനം കത്തിക്കാൻ ശ്രമിക്കുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കുന്നു. അവരെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നു. പുരുഷ മാധ്യമ പ്രവർത്തകരുടെ ഷർട്ട് വലിച്ചു കീറുന്നു. വനിതകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നു. ലൈംഗികമായി അവരെ അധിക്ഷേപിക്കുന്നു. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നില്ല. ഓർക്കുന്നില്ലേ, സുരേഷ് ഗോപി വഴി നടന്നു നിന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ച് മാറൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലൈംഗികാതിക്രമം ആരോപിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതും പിന്നുള്ളത് വിഷ്വൽസ് ഉണ്ട്, കാണിക്കാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് വാർത്ത പോലും കൊടുക്കുന്നില്ല. എഡിറ്റേഴ്സ് ഗിൽഡ് അറിഞ്ഞിട്ടില്ല, മാധ്യമ പ്രവർത്തകർ പറയുന്നില്ല. എന്തിനാണ്?
അപ്പോൾ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വലിയ വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും പ്രിയമുള്ളവരെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ കുറേ ദൃശ്യങ്ങൾ കാണിച്ചു. അതിൽ പല പ്രേക്ഷകരും എന്നെ വിളിച്ചു പറഞ്ഞു, ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഞെട്ടിപ്പോയി, ഇത് വേറൊരു ചാനലും കാണിക്കുന്നില്ലല്ലോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ഉള്ളത്. ഉറപ്പായും നമ്മൾ കാണണം. ഇതൊക്കെ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമമാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നമൊന്നുമല്ല. വിദ്യാർത്ഥികളുടെ പ്രശ്നം കഴിഞ്ഞു. വിദ്യാർത്ഥി ഇല്ല ഇവിടെ സമരത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് ആണ് സമരം നടത്തുന്നത്. എന്തിനാണ്? ഒരു കാർഷിക പ്രശ്നവും ഇല്ലാതിരിക്കെ കർഷകർ സമരത്തിന് വരികയാണ്. കർഷകർ സമരത്തിന് വരുന്നു. ഹരിയാനയിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും കൂടെ വിദ്യാർത്ഥികൾ എന്ന പേരിൽ കുറേ ആളുകൾ അതിന് കളമൊരുക്കാൻ, ഒരു പ്രൊപ്പഗാൻഡ കൊടുക്കാൻ, ഒരു സ്വതന്ത്ര പരിവേഷം കൊടുക്കാൻ കോക്രോച്ച് പാർട്ടി എന്ന പേരിൽ അഭിജിത്ത് ദീപികയെ മുന്നോട്ട് വിടുക, പൈലറ്റ് വാഹനം. പിന്നാലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളും രാഷ്ട്രവിരുദ്ധ ശക്തികളും രാഹുൽ ഗാന്ധി ഇത് തന്നെയാണല്ലോ, ഈ പറഞ്ഞ 2 കാറ്റഗറിയിലും രാഹുൽ ഗാന്ധി വരും. ആളുകളുമായി എത്തി സമരം ചെയ്യുക. ആയുധങ്ങളുമായി, വാളുകളുമായി സമരം ചെയ്യാൻ വന്ന, സമാധാനപരമായ സമരം ചെയ്യാൻ വന്ന ആളുകളെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയേണ്ടത്? ഇതെന്താ നമ്മുടെ മാധ്യമങ്ങൾ മൂടിവെക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ജനം TV ഒഴികെ എല്ലാ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വിഷ്വൽ, ഇവർ അക്രമം നടത്തുന്ന ഈ സമരം ഒരു സാധാരണ സഹന സമരമല്ല, വയലന്റ് ആക്ഷനാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വാളുകളും മാരകായുധങ്ങളായിട്ട് വരുന്നു, പോലീസുകാരുടെ നേർക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നു. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണോ? ഇവിടെ ജനാധിപത്യമുണ്ടോ? കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കുന്നു. ജനാധിപത്യ രാജ്യമാണ് വിസ്മയ മോഹൻലാൽ. അതുകൊണ്ടാണ് സമരക്കാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചൈനയിലായിരുന്നെങ്കിൽ ടാങ്ക് കയറിയത്, വേറെ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഉറപ്പാണ് വെടിയുണ്ട നെഞ്ചത്ത് തുളയിട്ടേനെ. ഇത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞു തരാം. ഡൽഹിയിലെ LH മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ കണ്ണിൽ പെല്ലറ്റ് കയറി ചികിത്സയ്ക്ക്, ശസ്ത്രക്രിയയ്ക്ക് കഴിയുന്നുണ്ട്. അയാളുടെ പേര് ഷെയ്ഖ് ഇൻഷാദ് എന്നാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇതേപോലെ കണ്ണിന് പരിക്കേറ്റ് മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ പേര് സഹീൽ എന്നാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡരികിൽ കിടക്കുന്ന ഒരു ഥാർ, ആ വണ്ടി പോലീസിൻ്റെ അല്ല, ഏതോ ഒരു മനുഷ്യൻ അവിടെ പാർക്ക് ചെയ്തിരുന്നതാണ്. അയാൾ കരുതിയില്ല പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്ന ഈ വഴിയിലേക്ക് ഒരു വയലന്റ് മോബ്, രാജ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്ത തരത്തിൽ അക്രമാസക്തമായ ആയുധധാരികളായ ഒരു സംഘം വരുമെന്ന് കരുതാത്ത ഏതോ ഒരു സാധു മനുഷ്യൻ പാർക്ക് ചെയ്തിട്ട് പോയതാണ്. നിരപരാധിയായ മനുഷ്യൻ, സർക്കാരല്ല അയാൾ. ആ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് ലൈറ്റർ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മുല്ലയോ മുക്രിയോ ആയ ആൾ. ഈ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ പേരുകൾ നോക്കൂ. ആരാണ് ഈ സമരത്തിന് ഷഹീൻബാഗിൽ നടന്നതുപോലെ ഒരു വലിയ സമരത്തിൻ്റെ കേളികൊട്ടാണ് ഇന്നലെ നടന്നത്. അവർ ഇന്നലെ പ്രതീക്ഷിച്ചു ഇന്നലെ സർക്കാർ വീഴും, കേന്ദ്ര സർക്കാർ വീഴും. കാരണം ഈ പാർലമെൻറ്റ് സമ്മേളനം നിർണായകമാണ്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഡീലിമിറ്റേഷൻ ബില്ല് വരികയാണ്, ജനന മരണ രജിസ്ട്രേഷൻ ബില്ല് വരികയാണ്. അങ്ങനെ നിർണായകമായ ബില്ലുകൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ സമ്മേളനം നടക്കരുത്. ആ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നമ്മുടെ നരേന്ദ്രമോദി ഉണ്ടാവരുത്. അതിനുവേണ്ടി ആസൂത്രണം ചെയ്ത സമരമാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇവർ ഇരച്ച് കയറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരൊറ്റ പത്രം. അത്തരം സമരങ്ങളാവാം, പക്ഷേ ഇത്തരം സമരങ്ങൾ പാടില്ല എന്ന് പറയാൻ എന്താണ് ആരും മുന്നോട്ട് വരാത്തത്? കാരണം ഇവർക്ക് മുന്നോട്ട് വരില്ല. കാരണം ഇവർക്ക് ഭയങ്കര പകയാണ് നരേന്ദ്രമോദിയോട്, ഭയങ്കര പകയാണ് BJPയോട്, ഭയങ്കര പകയാണ് ഹിന്ദുക്കളോട്. അതാണ് കാരണം. ഏതായാലും ഇത് നിങ്ങളെ കുറേ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് എന്നും നേരിൻ്റെ കൂടെയാണ്, സത്യത്തിൻ്റെ കൂടെയാണ്, നാടിൻ്റെ കൂടെയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.